കതക് തുറന്നു നോക്കിയപ്പോൾ കാണാൻ പാടില്ലാത്ത കണ്ടു, പാലാഴി മഥനം നടത്തുന്നത് കണ്ടു. അത്രയും വളരെ സങ്കടത്തോടു കൂടിയിട്ടാണ് അവർ പരാതി പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ മകളെ വിളിച്ച് അറിയിച്ചിട്ട് പോലും ഒരു നടപടിയും സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. ഇത് രണ്ടും ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. പക്ഷെ ഞാൻ അത്ഭുതപ്പെട്ടു പോയത് ഇന്നലെ മന്ത്രി ശ്രീമതി ബിന്ദുവിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കണ്ടത് മുഖ്യമന്ത്രിയുടെ മകളെയല്ല, മുഖ്യമന്ത്രിയെ വിളിച്ച് പരാതി പറയണമായിരുന്നു. അപ്പോൾ അതിൻ്റെ സാങ്കേതികത്വമാണ് അവർ പറയുന്നത്. സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീ സ്വന്തം പ്രയാസങ്ങൾ പറയുക സ്വാഭാവികമായിട്ടും മറ്റു സ്ത്രീയോടായിരിക്കും. അതിനങ്ങനെ കാണുന്നതിന് പകരം എന്തുകൊണ്ട് ഔദ്യോഗികമായി മുഖ്യമന്ത്രിയോട് പരാതിപ്പെട്ടില്ല എന്നൊരു വാചകം അവരുടെ ഭാഗത്തുനിന്നുണ്ടായി. അതും ദൗർഭാഗ്യരാണ്. അപ്പോൾ ഇത്രയും രണ്ട് പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഉണ്ടായി സ്തുതിക്ക് ഇനി ഈ മന്ത്രിയെ ഒരു നിമിഷം പോലും ക്യാബിനറ്റിൽ വെച്ചുകൊണ്ടിരിക്കുക. സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്നും പ്രസംഗിക്കുന്ന ആളാണ് മുഖ്യമന്ത്രി. അതിനു വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് ഈ PR വർക്കിൻ്റെ ഭാഗമായിട്ട് ചെലവഴിക്കുന്നത്. ഒരു മന്ത്രിയുടെ ഭാര്യയ്ക്ക് പോലും ജീവിക്കാൻ രക്ഷയില്ലാത്തൊരവസ്ഥ എന്ന് പറയുമ്പോൾ എന്ത് സുരക്ഷിതത്വമാണ് കേരളത്തിൽ സ്ത്രീകൾക്കുള്ളത്? മന്ത്രിമന്ദിരത്തിൽ പോലും അവരുടെ ഭാര്യമാർക്ക് സുരക്ഷിതത്വം ലഭിക്കുന്നില്ല. അതാണ് ഈ സംഭവത്തോടെ തെളിഞ്ഞത്. സത്യം പറയുന്നത് ഒരു മന്ത്രി കാണിക്കുന്ന തോന്നിവാസങ്ങളാണ്. അതിനെ അംഗീകരിക്കുന്നുണ്ടോ മുഖ്യമന്ത്രി? അതിനെ ഘടകകക്ഷികൾ അംഗീകരിക്കുന്നുണ്ടോ? ഇങ്ങനെ വ്യക്തിയാണോ വീണ്ടും സ്ഥാനാർത്ഥിയെ നിർത്താൻ പോകുന്നത്? അതിൽ മുഖ്യമന്ത്രി മറുപടി പറയട്ടെ. ഞങ്ങളതാ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ മറ്റു കാര്യങ്ങൾ വെച്ച് ഇതിനെ മൂടാൻ നോക്കണ്ട. ഇത് നടപടി എടുത്തേ തീരും. ഇങ്ങനെയുള്ള മന്ത്രിമാർ നമുക്ക് ആവശ്യമില്ല. നമസ്കാരം. പണ്ട് ദേവന്മാരും അസുരന്മാരും മന്ധരപർവ്വതത്തെ കടകോലാക്കി പാലാഴി കടഞ്ഞ് അമൃത് നേടി എന്നൊരു കഥ വായിച്ചിട്ടുണ്ട്. ഇന്നും ഭാരതത്തിൽ ആ കഥ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഈ അഭിനവ യുഗത്തിൽ രണ്ടാം പിണറായി വിജയൻ സർക്കാരിലെ ഗതാഗത വകുപ്പ് മന്ത്രിയായ മന്ത്രി KB ഗണേഷ് കുമാർ തൻ്റെ വീട്ടിൽ വെച്ച്, വാളകത്തുള്ള സ്വന്തം വീട്ടിൽ വെച്ച് സുഖം എന്ന അമൃത് കടഞ്ഞെടുക്കുന്നതിന് വേണ്ടി ഒരു പാലാഴി മഥനം നടത്തി എന്നാണ് മുൻ KPCC പ്രസിഡന്റായ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവായ K മുരളീധരൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. ഈ പാലാഴി മഥനം നടത്തുന്നതാകട്ടെ അദ്ദേഹത്തിന്റെ പത്നിയായ ബിന്ദു മേനോൻ കണ്ടുകൊണ്ടുവരുന്നു. തുടർന്ന് ഈ പാലാഴി മഥനത്തിന്റെ ചിത്രങ്ങൾ അത്രയും ബിന്ദു മേനോൻ തന്റെ മൊബൈലിൽ പകർത്തുന്നു. ഇത് കണ്ട മന്ത്രിയുടെ സ്റ്റാഫുകൾ ബിന്ദു മേനോനെ തടയുന്നു, അവരെ പൂട്ടിയിടുന്നു. അങ്ങനെ പാലാഴി മഥനത്തിന് വേണ്ടി വന്ന നായികയെ, അതായത് പരസ്ത്രീയെ, മന്ത്രി പേഴ്സണൽ സ്റ്റാഫിന്റെ സഹായത്തോടു കൂടി അവിടെ നിന്ന് മാറ്റുന്നു. അപ്പോഴേക്കും ഭാര്യ ബിന്ദു മേനോൻ 112ലേക്ക് വിളിച്ച് തനിക്ക് പോലീസ് സഹായം വേണം എന്ന് പരാതിപ്പെടുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ വീണയെ വിളിക്കുന്നു. എന്നാൽ ഏത് കോണിൽ നിന്നും അവർക്ക് സഹായം കിട്ടുന്നില്ല. പിന്നെ ഒച്ചപ്പാട് ഉണ്ടാക്കുന്നു. ഒച്ച കേട്ട് നാട്ടുകാർ ചുറ്റും കൂടുന്നു. അങ്ങനെ അവർ ഒരു വിധത്തിൽ അവിടെ നിന്നും തടിതപ്പി പാലക്കാടുള്ള തൻ്റെ സ്വന്തം വീട്ടിലേക്ക് എത്തുന്നു. ഇത്രയും നാണം കെട്ട് നാറിയ ഒരു പ്രവൃത്തി ചെയ്തിട്ടും ആ മന്ത്രിയെ തന്റെ മന്ത്രിസഭയിൽ വച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉളുപ്പില്ലാത്തത് എന്നാണ് K മുരളീധരൻ പറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ് കേരളത്തിലെ സാംസ്കാരിക അവബോധമുള്ള ജനങ്ങൾ ചാണകത്തിൽ മുക്കിയ ചൂലുകൊണ്ട് അടിച്ചിറക്കേണ്ടത് എന്നാണ് K മുരളീധരന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലാണ് K മുരളീധരൻ ഇത്തരത്തിൽ വ്യക്തമാക്കിയത്. ഇതുപോലുള്ള അനാശാസ്യ നടപടികൾ നടത്തുന്ന, അവിശുദ്ധ ലൈംഗിക കേളികൾ നടത്തുന്ന, പാലാഴി മഥനങ്ങൾ നടത്തുന്ന മന്ത്രിമാരെ കൂട്ടുപിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത്തരം മന്ത്രിമാരുടെ സങ്കേതമായി മാറിയിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മന്ത്രിസഭ എന്ന് തന്നെയാണ് K മുരളീധരന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. KB ഗണേഷ് കുമാറിന്റെ പാലാഴി മഥനം കൈയോട് കൂടി പിടിച്ച മന്ത്രിയുടെ ഭാര്യയുടെ കയ്യിൽ മന്ത്രിയുടെ ആ പാലാഴി മഥനത്തിന്റെ ക്ലിപ്പുകൾ ഉള്ള കാലം അത്രയും KB ഗണേഷ് കുമാറിന് സ്വൈര്യമായി ഉറങ്ങാൻ സാധിക്കില്ല, സ്വൈര്യമായി ജീവിക്കാൻ സാധിക്കില്ല. ബിന്ദു മേനോൻ മുൻപ് മാധ്യമപ്രവർത്തകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പാലാഴി മഥനത്തിന്റെ ക്ലിപ്പുകൾ ഏതൊക്കെ തരത്തിൽ ഉപയോഗിക്കേണ്ടി വരും, തൻ്റെ ജീവിതത്തിന്റെ സന്നിഗ്ധമായ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അത് ഉപയോഗിക്കേണ്ടി വരികയാണെങ്കിൽ തീർച്ചയായും അവർ അതിനുവേണ്ടി അത് കരുതി വയ്ക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സമാനമായ സംഭവമായിരുന്നു KB ഗണേഷ് കുമാറിന്റെ ആദ്യ ഭാര്യയുമായി
കെ.ബി. ഗണേഷ് കുമാറിന് നേരിടേണ്ടി വന്നത്. അതായത് മറ്റു സ്ത്രീകളുമായുള്ള ബന്ധത്തെ തുടർന്നാണ് കെ.ബി. ഗണേഷ് കുമാറിന്റെ ആദ്യ ഭാര്യ യാമിനി തങ്കച്ചി കെ.ബി. ഗണേഷ് കുമാറിൽ നിന്നും വിവാഹമോചനം നേടിപ്പോയത്. അന്ന് ഏതാണ്ട് 2 കോടി രൂപയും മറ്റൊരു വീടുമാണ് അവർക്ക് ജീവനാംശമായി കെ.ബി. ഗണേഷ് കുമാർ നൽകിയത് എന്ന് തന്നെയാണ് വാർത്താ മാധ്യമങ്ങളിൽ നിന്നും അറിയാൻ സാധിച്ചത്. ഇനിയിപ്പോൾ പുതിയ പാലാഴി മഥനത്തെ തുടർന്ന് മന്ത്രിയുടെ ഭാര്യയായ ഇപ്പോഴത്തെ ഭാര്യയായ ബിന്ദു മേനോനെ ഏതെങ്കിലും തരത്തിൽ മന്ത്രിയിൽ നിന്നും വിട്ടുപോകണം എന്നുണ്ടെങ്കിൽ, അതിന് കൃത്യമായ ജീവനാംശം കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ പാലാഴി മഥനത്തിന്റെ ക്ലിപ്പുകൾ ഭാര്യയെ കൂടുതൽ അതിനുവേണ്ടി പ്രാപ്തിയാക്കും, അല്ലെങ്കിൽ കൂടുതൽ ജീവനാംശം കിട്ടുന്നതിന് വേണ്ടി ഈ ക്ലിപ്പുകൾ ഉപകരിച്ചേക്കാം എന്ന് തന്നെയാണ് ഇപ്പോൾ ചില ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതെന്ത് തന്നെയായാലും അത്തരം തുണ്ടുകൾ മന്ത്രിയുടെ ഭാര്യയുടെ കൈവശമുള്ളിടത്തോളം കാലം മന്ത്രിക്ക് ഇനി സ്വൈര്യമായി ജീവിക്കുവാനോ സ്വസ്ഥമായി ഉറങ്ങുവാനോ സാധിക്കില്ല എന്ന് ജനങ്ങൾ പറയുന്നു. എന്തായാലും കെ മുരളീധരൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ കെ.ബി. ഗണേഷ് കുമാറിന്റെ പാലാഴി മഥനത്തെക്കുറിച്ച് നടത്തിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. മുഖ്യമന്ത്രിയുടെ മകളെ വിളിച്ച് അറിയിച്ചിട്ട് പോലും ഒരു നടപടിയും സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. ഇത് രണ്ടും ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. പക്ഷെ ഞാൻ അത്ഭുതപ്പെട്ടു പോയത് ഇന്നലെ മന്ത്രി ശ്രീമതി ബിന്ദുവിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടത്, മുഖ്യമന്ത്രിയുടെ മകളെയല്ല മുഖ്യമന്ത്രിയെ വിളിച്ച് പരാതി പറയണമായിരുന്നു. അപ്പോൾ അതിൻ്റെ സാങ്കേതികത്വമാണ് അവർ പറയുന്നത്. സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീ സ്വന്തം പ്രയാസങ്ങൾ പറയുക സ്വാഭാവികമായിട്ടും മറ്റു സ്ത്രീയോടായിരിക്കും. അതിനങ്ങനെ കാണുന്നതിന് പകരം എന്തുകൊണ്ട് ഔദ്യോഗികമായി മുഖ്യമന്ത്രിയോട് പരാതിപ്പെട്ടില്ല എന്നൊരു വാചകം അവരുടെ ഭാഗത്തുനിന്നുണ്ടായി. അതും ദൗർഭാഗ്യരാണ്. അപ്പോൾ ഇത്രയും 2 പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഉണ്ടായി സ്ഥിതിക്ക് ഇനി ഈ മന്ത്രിയെ ഒരു നിമിഷം പോലും ക്യാബിനറ്റിൽ വെച്ചുകൊണ്ടിരിക്കുക. അപ്പം അദ്ദേഹം 5000-ഓളം പ്രണയങ്ങൾ അദ്ദേഹം നടത്തിയത്. അത് എങ്ങനെയാണല്ലോ പറഞ്ഞത്, 5000-ഓളം പ്രണയം അദ്ദേഹം പ്രണയിച്ചിട്ടുണ്ട്. 5000 പേരെ. അതിൽ 2 പേരെയാണ് ഒഫീഷ്യലായിട്ട് കല്യാണം കഴിച്ചത്. ആദ്യത്തെ വിവാഹം കഴിച്ച സ്ത്രീയാണ് UDF സർക്കാരിൻ്റെ കാലത്ത് ഇദ്ദേഹത്തിനെക്കുറിച്ച് കുറേ ആക്ഷേപങ്ങൾ പറയും. അങ്ങനെ ഉമ്മൻചാണ്ടി ശ്രീ ഗണേഷ് കുമാറിനെ ക്യാബിനറ്റിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അന്ന് അദ്ദേഹത്തിൻ്റെ പിതാവ് ആയ ശ്രീ ബാലകൃഷ്ണ പിള്ളയും എത്രയും പെട്ടെന്ന് ഗണേഷ് കുമാറിനെ ക്യാബിനറ്റിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ഉമ്മൻചാണ്ടിയോട് ആവശ്യപ്പെട്ടു. അതിനുശേഷം 2ാമതും വിവാഹം കഴിച്ചു. ആ 2ാം ഭാര്യയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിനെതിരായിട്ട് ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. വിവാഹം കഴിക്കും തോറും ഭാര്യമാരെ ഉപദ്രവിക്കും തോറും വീണ്ടും കല്യാണം കഴിക്കുകയും ചെയ്യുന്ന ഇതുപോലുള്ള ആളുകൾ നമ്മുടെ പൊതുരംഗത്തിന് ഭൂഷണമാണോ എന്ന് പൊതുസമൂഹവും ചിന്തിക്കേണ്ടതാണ്. ഒരാളൊരു മുന്നണിയിൽ നിന്ന് വിട്ടുവരുമ്പോൾ ഉടനെ 2 കൈ നീട്ടി സ്വീകരിച്ച് ഇങ്ങനത്തെ ഒരു വിഷയത്തിൽ ബാക്കിയുള്ളവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി നിൽക്കാറൊക്കെയില്ല, അല്ല ഭാഗം മാറാറൊക്കെയില്ല. പക്ഷേ ഒരു ജീവിതത്തിൽ പാലിക്കേണ്ട മര്യാദ പോലും പാലിക്കാത്തവരെ സംരക്ഷിക്കുന്ന സംവിധാനം വേണോ എന്ന് എല്ലാവരും ആലോചിക്കേണ്ട കാര്യം. ഇതിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞൊരു ആരോപണം കാണാൻ പാടില്ലാത്തൊരു അരുതാത്ത കണ്ടു എന്നാണ് അവർ പറഞ്ഞത്. അതായത് കഥവ് തുറന്നു നോക്കിയപ്പോൾ കാണാൻ പാടില്ലാത്ത കണ്ടു, പാലാഴി മഥനം നടത്തുന്നത് കണ്ടു. അത്രയും വളരെ സങ്കടത്തോടു കൂടിയിട്ടാണ് അവർ പരാതി പറഞ്ഞത്. അപ്പോൾ ഇനി മുഖ്യമന്ത്രി ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്നും പ്രസംഗിക്കുന്ന ആളാണ് മുഖ്യമന്ത്രി. അതിനു വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് ഈ PR വർക്കിൻ്റെ ഭാഗമായിട്ട് ചെലവഴിക്കുന്നത്. ഒരു മന്ത്രിയുടെ ഭാര്യയ്ക്ക് പോലും ജീവിക്കാൻ രക്ഷയില്ലാത്തൊരവസ്ഥ എന്ന് പറയുമ്പോൾ എന്ത് സുരക്ഷിതത്വമാണ് കേരളത്തിൽ സ്ത്രീകൾക്കുള്ളത്? മന്ത്രിമന്ദിരത്തിൽ പോലും അവരുടെ ഭാര്യമാർക്ക് സുരക്ഷിതത്വം ലഭിക്കുന്നില്ല. അതാണ് ഈ സംഭവത്തോടെ തെളിഞ്ഞത്. ഏതായാലും മുഖ്യമന്ത്രിയുടെ നിലപാട് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. ഉന്നയിക്കുന്ന വാദം ഇത് തികച്ചും വ്യക്തിപരമാണ്. 2 മാസമായിട്ട് ഭാര്യയുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. ഭാര്യയാണ് തന്റെ പേഴ്സണൽ സ്പേസിലേക്ക് കടന്നത്. ഞാൻ പറയുന്നത് ഇത് വ്യക്തിപരമാണോ? ഒരു ഭാര്യ പരസ്യമായിട്ട് പ്രതികരിക്കുക, തന്നെ ഉപദ്രവിച്ചു. മാത്രമല്ല ഈ രംഗങ്ങൾ അവർ റെക്കോർഡ് ചെയ്തപ്പോൾ മൊബൈൽ ഫോൺ പേഴ്സണൽ സ്റ്റാഫിനെ കൊണ്ട്
പിടിച്ചു പറിക്കാൻ നോക്കി. ഇതൊക്കെയാണോ വ്യക്തിപരമായിട്ടുള്ള ജീവൻ എന്ന് പറയുന്നത്? ഒരു മന്ത്രിയുടെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് രക്ഷയില്ല എന്ന് ഭാര്യ പറയുന്നത് ഇത് രാഷ്ട്രീയ പ്രശ്നമാണോ? മാത്രമല്ല ഇത് 2ാം തവണയാണത്. ഞാൻ പറഞ്ഞല്ലോ 5000 പ്രണയം തനിക്കുണ്ട് എന്ന് പറഞ്ഞ മന്ത്രി 2 ഔദ്യോഗിക കല്യാണമാണ് കഴിച്ചിട്ടുള്ളത്. ആദ്യത്തെ ഭാര്യ ഇതേ രീതിയിൽ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഡൈവോഴ്സ് ചെയ്തത്. ഇത് 2ാമത്തെ സംഭവമാണ്. അതാ ഞാൻ പറഞ്ഞത്, പിന്നെയും വിവാഹം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ്. എത്ര കല്യാണം കഴിക്കണം എന്നൊക്കെ അദ്ദേഹം തീരുമാനിച്ചോട്ടെ. പക്ഷേ ആ കല്യാണം കഴിച്ച ഭാര്യമാർ സ്വന്തം ഭർത്താവിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾക്ക് ഒരു വിലയില്ലേ സമൂഹത്തിൽ? പൊതുരംഗത്ത് അതിനെക്കുറിച്ച് ഒരു വിലയില്ലേ? അതിനെ വളരെ ഗൗരവത്തോടെ കാണേണ്ട കാര്യമല്ലേ? അപ്പോൾ ഇത് വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ല. സത്യപ്രതിജ്ഞ ഒരു മന്ത്രി കാണിക്കുന്ന തോന്നിവാസങ്ങളാണ്. അതിനെ അംഗീകരിക്കുന്നുണ്ടോ മുഖ്യമന്ത്രി? അതിനെ ഘടകകക്ഷികൾ അംഗീകരിക്കുന്നുണ്ടോ? ഇങ്ങനൊരു വ്യക്തിയാണോ വീണ്ടും സ്ഥാനാർത്ഥിയെ നിർത്താൻ പോകുന്നത്? അതിൽ മുഖ്യമന്ത്രി മറുപടി പറയട്ടെ. ഞങ്ങൾ അതാ നോക്കിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും. സംശയം എന്താ? മന്ത്രി ഗണേഷ് കുമാറും ഭാര്യയെ വിളിച്ച് മാപ്പ് പറഞ്ഞത് ഒത്തുതീർപ്പാക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു വാർത്തയുണ്ട്. ഭാര്യ തന്നെ പറഞ്ഞിട്ടുണ്ട്, മന്ത്രി വിളിച്ചു ക്ഷമാപണം നടത്തിയിരുന്നു. അങ്ങനെ ഒരു ഒത്തുതീർപ്പിലേക്ക് പോവുകയാണെങ്കിൽ പിന്നീട് അതിനെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ മന്ത്രിക്കെതിരെ വ്യക്തമായിട്ട് പരാതി അവർ രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. കംപ്ലൈന്റ് ഇല്ല, മന്ത്രി അല്ല, നേരിട്ട് അവർ പറഞ്ഞ കാര്യങ്ങളല്ലേ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തത്? അല്ല, നിങ്ങൾ ഊഹാവം വെച്ച് റിപ്പോർട്ട് ചെയ്തതല്ലോ. നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാപ്പ് പറഞ്ഞുകൊണ്ട് തീരുമോ ഈ പ്രശ്നം? ഒരു പൊതുസമൂഹത്തിന് ചേരാത്ത പ്രവൃത്തിയല്ല അദ്ദേഹം ചെയ്തത്. അല്ല, അത് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഒരു പ്രഖ്യാപനം വരാൻ ഞങ്ങൾ കാത്തിരിക്കാം. ആ MLA ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയില്ലേ? അത് അദ്ദേഹത്തിന് തീരുമാനിക്കേണ്ട കാര്യം. ഞങ്ങൾക്ക് പുറത്താക്കാനേ പറ്റൂ. ഞങ്ങൾ പുറത്താക്കിയില്ലേ? ഒരു കേസിൽ അദ്ദേഹത്തിനെ ശിക്ഷിച്ചിട്ടില്ലല്ലോ, പക്ഷെ ഞങ്ങൾ പുറത്താക്കിയില്ലേ? പാർട്ടിയുടെ MLA അല്ല, അങ്ങനെ MLA ഞങ്ങൾക്കില്ല. ആ MLA ഞങ്ങൾ പുറത്താക്കി. അതിലൊക്കെ ഞങ്ങൾ മാന്യത കാണിച്ചിട്ടുണ്ട്. കാണിക്കുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് മാന്യതയില്ല എന്നാണ്. സംശയമൊന്നുമില്ല കാര്യത്തിൽ. ഇതിനെ മറ്റു കാര്യങ്ങൾ വെച്ച് ഇതിനെ മൂടാൻ നോക്കണ്ട. ഇത് നടപടി എടുത്തേ തീരും. ഇങ്ങനെയുള്ള മന്ത്രിമാർ നമുക്ക് ആവശ്യമില്ല. ആര് ചെയ്താലും.